ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കെട്ടുനിറക്കി പോവാണ് ഗൈസ്. അപ്പോൾ അത് അച്ഛൻ്റെ കെട്ടുനിറയായിരുന്നു. അച്ഛൻ ഡിസംബർ സമയത്ത് പോയപ്പോൾ കറക്റ്റായിട്ട് ദർശനം കാര്യങ്ങൾ തിരക്ക് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് പേര് വീട്ടിൻ്റെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോയിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ 10-20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾ കുറേ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ സമയത്താകുമ്പോൾ അധികം തിരക്കുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ കൂടി ഒരുമിച്ച് പോവാണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെയൊക്കെ റെഡി ആയിട്ട് അമ്പലത്തിൽ വന്ന് അത്യാവശ്യം ഒരു 10-10:30 ആകുമ്പോഴേക്കും എല്ലാവരുടെയും കെട്ടുനിറയും കഴിഞ്ഞു ഗൈസ്. എന്നിട്ട് അവർ പോകാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. പിന്നെ അവിടെയുള്ള പൂജ, പ്രസാദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങളിവിടെ ഫുള്ള് കഥ പറച്ചിലും രമ്യയ്ക്ക് വിശന്നിട്ട് അവളുടെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി ഗൈസ്. അതിനുശേഷം പ്രസാദം കിട്ടി ഗൈസ്, പൊങ്കലും അതുപോലെ തന്നെ വേറൊരു സാധനം പഞ്ചാമൃതം. അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ വീട്ടിലോട്ട് പോയിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ കെട്ട് നിറച്ചവരൊന്നും ഫുഡ് കഴിച്ചില്ല. ഞങ്ങൾ പോയി കുറച്ച് നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കൊടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു, ബാഗ് കാര്യങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യം അമ്പലത്തിൽ പോയിട്ട് എല്ലാവരും ശരണം വിളിച്ചിട്ട് പൂജയൊക്കെ കഴിഞ്ഞ് അവരുടെ ഓരോരുത്തരുടെ കെട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ട് അതായത് ഗുരുസ്വാമി എടുത്തു കൊടുക്കലായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ചെറിയ കുട്ടികൾ, വയസ്സായവർ, അവർക്കൊക്കെ ശരിക്കും പോകാൻ പറ്റിയ ഒരു ടൈം എന്ന് പറയുന്നത് ഈ ടൈമായിരിക്കും. അധികം തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഈ സമയത്ത് പ്ലാൻ ചെയ്തതാണ് ഗൈസ്. പിന്നെ ടൈമായപ്പോൾ എല്ലാവരും ഇറങ്ങേണ്ട ടൈമായപ്പോൾ എല്ലാവർക്കും കെട്ട് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് അമ്പലത്തിന് 3 വരം വെച്ച് തേങ്ങയൊക്കെ എറിഞ്ഞിട്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അതായത് അതാണ് അതിൻ്റെ രീതി. അപ്പോൾ എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ തേങ്ങ ഒരു ഭാഗത്ത് എറിയൽ, ഒരു ഭാഗത്തെ ഓരോരുത്തർ എടുക്കൽ എന്നുള്ളൊരു ഇതായിരുന്നു. അതിനുശേഷം വണ്ടി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ട്രാവലറായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു. എല്ലാവർക്കും കെട്ട് കാര്യങ്ങളൊക്കെ വെച്ച് അവരവരുടെ സീറ്റിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അതിനുശേഷം എല്ലാവരും കൂടി നിർത്തി വെച്ചിട്ട് അവരുടെ കാലിൽ വെള്ളം പാദപൂജ എന്ന് പറയും, പക്ഷെ അത് നമ്മൾ ചെയ്യാണ്ട് വെള്ളം ഒഴിച്ചിട്ട് അവർക്കൊരു ചെറിയ പൂജ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടീൻ്റെ ഫ്രണ്ടിൽ ശരണം വിളിച്ചിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവരൊക്കെ വണ്ടിയിൽ കയറി ഗൈസ്. അപ്പോൾ എല്ലാവർക്കുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു ഗൈസ്. അങ്ങനെ നമ്മളും അവരോട് ടാറ്റ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അവരും പോയി ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.